സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ +1 ഫിസിക്സിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലോസ് ഓഫ് മോഷനിലെ എല്ലാ കാര്യങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഈ ഒരു ചെറിയൊരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് മക്കളെ. അതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് കാണാം. അത് ഷുവർ ക്വസ്റ്റ്യൻസ് മാത്രമല്ല കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞ ഇപ്പം തൊട്ടുമ്പതി വീഡിയോസിലൊക്കെ പറയുന്ന പോലെ ഫുൾ മാർക്ക് വേണ്ടവരെ സംബന്ധിച്ചിടത്തോളം കുറേ കാര്യങ്ങളുണ്ട്. ഇൻഡയറക്റ്റ് ഉണ്ട്, ന്യൂമറിക്കൽ ഉണ്ട്, കോൺസെപ്ച്വൽ ഉണ്ട്. ഓക്കെ, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ തന്നെയാണ് ഇതും. അതുപോലെ തന്നെ ഒന്നും പഠിക്കാത്ത മക്കളാണെങ്കിൽ ഞാൻ പറയും മക്കളെ, ഇത് നിങ്ങൾ പഠിക്കണം, ഇത് കൂടുതൽ ചാൻസ് ഉള്ളതാണ്. ആ ഓർഡർ തന്നെയാണ് ക്വസ്റ്റ്യൻസ് പോകുന്നത്, ഇമ്പോർട്ടൻസ് ഇങ്ങനെ കുറഞ്ഞ് പോകുന്ന രീതിയിൽ. അപ്പോൾ ഫുൾ മാർക്ക് നിങ്ങൾക്ക് വേണം മക്കളെ, ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, ലോസ് ഓഫ് മോഷനിൽ ഫുൾ അടിക്കാം. അങ്ങനെ ഓരോ ചാപ്റ്റേഴ്സ് കവർ ചെയ്യുക. ഓക്കെ, തൊട്ടുമ്പോൾ യൂണിറ്റ്സ്, മെഷർമെൻറ്റ്സ്, സ്ട്രെയിറ്റ് ലൈന്, പ്ലെയിന്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, വെയിറ്റേജ്, അതിൻ്റെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ടതിന് ശേഷം മാത്രമായിരിക്കണം നിങ്ങൾ ഈ വീഡിയോയിലേക്ക് വരേണ്ടത്. അപ്പം എല്ലാം നമുക്ക് തുടങ്ങാം. കറക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, കാണുക. അതുപോലെ കുറേ കാര്യങ്ങൾ ഓഡിയോ നോട്ട്സ് ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കറക്റ്റ് തന്നെ ഫോളോ അപ്പ് ചെയ്ത് വരിക. അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം എത്തിക്കുക, എന്നിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വെയിറ്റേജ് കാര്യങ്ങളൊക്കെ ഒന്നിനും പോകുന്നില്ല. അതുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ എന്ത് ഇൻഡയറക്റ്റ് വന്നാലും എന്ത് ടഫ് വന്നു കഴിഞ്ഞാലും അത് ഇവിടെ പറയുന്നതായിരിക്കും. എല്ലാം അനലൈസ് ചെയ്തിട്ടാണ് മക്കളെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലോസ് ഓഫ് മോഷനിൽ നമുക്ക് ഫസ്റ്റ് പഠിക്കേണ്ട കാര്യത്തിൽ ഫസ്റ്റ് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തുതന്നെയാണ്, ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ മാക്സിമം വെലോസിറ്റി ഓഫ് എ കാർ ഓൺ എ സർക്കുലാർ ലെവൽ റോഡ് അല്ലെങ്കിൽ ബാങ്ക്ഡ് റോഡ്. നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞില്ല, ഡെറിവേഷൻസിനെ അടുത്തടുത്ത് ചെയ്യാൻ നിൽക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ലോസ് ഓഫ് മോഷൻ്റെ ഈ ബാങ്ക്ഡ് റോഡ്, ലെവൽ റോഡിൻ്റെ ഡെറിവേഷൻസ്, എൻസിആർടിയിലെ ഡെറിവേഷൻ വേണം മക്കൾ നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലേലിസ്റ്റ് നോക്കുക. അല്ലെങ്കിൽ ലിങ്ക് എന്ത് ചെയ്യാം, ഓക്കെ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ ഐ ബട്ടണിലും വരും. ഓക്കെ, നിങ്ങൾ ലിങ്ക് എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇത് കംപ്ലീറ്റ് കണ്ടതിന് ശേഷം മാത്രം ആ ഡെറിവേഷൻ പഠിക്കാൻ പോവുക. ഓക്കെ, അപ്പോൾ ലെവൽ റോഡും ബാങ്ക്ഡ് റോഡും, ഒരു വെഹിക്കിള് ലെവൽ റോഡിൽ കൂടി മൂവ് ചെയ്യുന്ന സമയത്ത് മാക്സിമം പെർമിസിബിൾ സ്പീഡ് എന്താണ്, അതുപോലെ തന്നെ ബാങ്ക്ഡ് റോഡിൽ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഫിഗർ ഒന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലെവൽ റോഡിനെ സംബന്ധിച്ചിടത്തോളം ചോദിക്കാം, വാട്ട് ആർ ദി വേരിയസ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ദി വെഹിക്കിൾ മൂവിങ് ഓൺ എ ലെവൽ റോഡ്. അതെ, ലെവൽ റോഡിൽ മൂവ് ചെയ്യുന്ന വെഹിക്കിളിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണ് വേരിയസ് ഫോഴ്സസ് ഉണ്ടാവുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടെ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആരാണ്, സെൻട്രിപിറ്റൽ ഫോഴ്സ് ആരാ, ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. അവിടെ ഇക്വേഷൻ വി സി ഈക്വൽ ടു ഏത് ഇക്വേഷൻ, റൂട്ട് മ്യൂ ആർ ജി അല്ലെങ്കിൽ മ്യൂ എസ് ആർ ജി എന്ന് പറയുന്ന ഇക്വേഷൻ. ആ ഇക്വേഷൻ മാത്രമല്ല, ഡെറിവേഷൻ, പ്രോബ്ലം, ഇതൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ട് വലിയ ബുദ്ധിമുട്ടാക്കാൻ നിൽക്കുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ ബാങ്ക്ഡ് റോഡ് മോഡൽ എക്സാമിന് വന്നില്ല. ബാങ്ക്ഡ് റോഡ് ഞാൻ ജസ്റ്റ് ഒന്ന് പിക്ക് മാത്രം ഒന്ന് കൊടുത്തതാണ്. അപ്പോൾ ഇത് ബാങ്ക്ഡ് റോഡാണ്. ബാങ്ക്ഡ് റോഡിൻ്റെ കേസിൽ വരുന്ന സമയത്ത് ആ ഒരു വെഹിക്കിളും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ബാങ്ക്ഡ് റോഡും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കേട്ടോ ലെവൽ റോഡും. ഒന്നിനൊന്നിന് മെച്ചാന്ന് തന്നെ പറയേണ്ടി വരും. ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അത് തന്നെയാണ്. അപ്പോൾ ബാങ്ക്ഡ് റോഡിൽ ഒരു വെഹിക്കിൾ മൂവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കാർ മൂവ് ചെയ്യുകയാണെങ്കിൽ അവൻ്റെ കേസിൽ എന്തൊക്കെയാണ് വേരിയസ് ഫോഴ്സസ് ഉണ്ടാവുക. വെയിറ്റ് ഓഫ് ദ വെഹിക്കിൾ ഉണ്ട്, അല്ലെങ്കിൽ വെയിറ്റ് ഓഫ് ദ കാറാണ്, കാർ അല്ലെങ്കിൽ വെഹിക്കിൾ ആണെങ്കിൽ വെഹിക്കിൾ ഉണ്ട്, സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉണ്ട്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള ഡിഫറെൻറ്റ് വേരിയസ് ഫോഴ്സസ് അറിയണം. ഈ ഫിഗർ നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയണം. അതുപോലെ തന്നെ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആരാണ് അവിടെ സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്, ഫ്രിക്ഷനും കമ്പോണൻറ്റ് ഓഫ് നോർമൽ റിയാക്ഷനും എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, സൈൻ കമ്പോണൻറ്റ് ഓഫ് നോർമൽ റിയാക്ഷനും. അതുപോലെ തന്നെ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ കോസ് കമ്പോണൻറ്റും. ഇതെല്ലാം നമ്മൾ സെൻട്രിപിറ്റൽ ഫോഴ്സ് വരും. അതായത് ഇതാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ് വരും. അപ്പോൾ അങ്ങനെ ഓരോന്ന് കീറി മുറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പഠിച്ചിട്ടുണ്ടാവണം. ക്ലിയർ ആണോ? അതുപോലെ തന്നെ മാക്സിമം പെർമിസിബിൾ സ്പീഡിൻ്റെ ഇക്വേഷൻ റൂട്ട് ആർ ജി മ്യൂ എസ് പ്ലസ് ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റയുടെ ഡെറിവേഷൻ പഠിക്കണം. പ്രോബ്ലം വരാം. ഇത്രയും പഠിച്ച് നിങ്ങൾ സേഫാണ്. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഡെറിവേഷൻ മാത്രം പഠിച്ചോട് സേഫ് ആകില്ല. അതിൽ ഓരോ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ബോധവടായിരിക്കണം. എസ്പെഷ്യലി ഞാൻ പറഞ്ഞു വരുന്നത് ഫുൾ മാർക്ക് വേണ്ട കുട്ടികളെ കുറിച്ചാണ്. ഓക്കെ, ഒന്നും പഠിക്കാത്ത കുട്ടികളാണ് നിങ്ങൾ ഡെറിവേഷൻ ഈ ഫിഗർ ഒന്ന് പഠിച്ചിരിക്കുക. പ്രോബ്ലം ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ഇക്വേഷൻ എന്ന് അറിഞ്ഞിരിക്കുക. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇക്വേഷൻ അറിയുന്ന ഒരാൾക്ക് പ്രോബ്ലം ചെയ്യാം. ബട്ട് നോക്കിയും കണ്ടും കാൽക്കുലേറ്ററിൽ കൊടുക്കേണ്ടതുണ്ട്. 300 മീറ്റർ സർക്കുലർ റേസ് ട്രാക്കിൻ്റെ പ്രോബ്ലം ഒക്കെ പ്രാവശ്യം വരാനുള്ള ചാൻസ് നല്ലോണം ഉണ്ട്. കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മ്യൂസിൻ്റെ വാല്യൂ 0.1 0.2 ഒക്കെ തരിക. അതുപോലെ ആംഗിൾ ഞാൻ ഗസ് അടിക്കാൻ ആഗ്രഹിക്കുകയാണ് 15 ഡിഗ്രി 15 ഡിഗ്രി വരെ 30 ഡിഗ്രി. ഇത് തന്നെയാണ് ആൻസർ മിക്കവാറും വരിക. ഏകദേശം ആൻസർ 40 സംതിങ് മീറ്റർ പെർ സെക്കൻഡിന് ഇടയിലാണ് ആൻസറും വരിക. ഓക്കെ, ഈ രീതിയിലാണ് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ടോപ്പിക്ക് ഞാൻ ക്വസ്റ്റ്യൻ രൂപത്തിലാണ് കൊടുക്കുന്നുണ്ട്. എന്തിനാണ് ക്വസ്റ്റ്യൻ രൂപത്തിൽ കൊടുക്കുന്നത്, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരും. ഞാൻ എപ്പോഴും തൊട്ടുമ്പത് വീഡിയോസുകളിലേക്ക് പറഞ്ഞതാണ്, +2 കുട്ടികൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക്ക് വന്നിട്ട് ഓൾമോസ്റ്റ് കുട്ടികൾ അത് തെറ്റിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. കാരണം ക്വസ്റ്റ്യൻ ഇൻഡയറക്റ്റ് വെച്ച് വേറെ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. എന്നിട്ടും ഫുൾ മാർക്കിന് കുറേ ആൾക്ക് ഡൗട്ട് എനിക്ക് കിട്ടുമോ. അതുകൊണ്ടാണ് മക്കളെ നിങ്ങൾ പറയുന്നത്, നിങ്ങൾ വെറുതെ ടോപ്പിക്കിനെ പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, ക്വസ്റ്റ്യൻ വരുന്ന ഫോർമാറ്റ് പഠിച്ചോ. അതാണ് ഞാൻ എൻ്റെ ചാപ്റ്ററിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക തരാൻ വേണ്ടി പോകുന്നത്. അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്
ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഞാൻ തൊട്ടും വീഡിയോസിലൊക്കെ പറഞ്ഞതാണ്. ഒന്നുകൂടി പറയുകയാണ്, 2017, 16, 15, 14 ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യുക, എല്ലാം കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് എവിടെ നിന്ന്, കാരണം അവിടെ നിന്ന് കിഡിലും ക്വസ്റ്റ്യൻസ്, നല്ല ക്വാളിറ്റി ക്വസ്റ്റ്യൻസാണ് ആ ഇയേഴ്സിലൊക്കെ വന്നത്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക വേണ്ടോ എന്നുള്ള കാര്യം. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഒന്നുമില്ല മക്കളെ, ഞാൻ വേരി വലിച്ച് പറയാൻ നിൽക്കുന്നില്ല. ഫോഴ്സിൻ്റെ ഇക്വേഷൻ നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കട്ടോ. ക്വസ്റ്റ്യൻ വരുന്ന ഫോർമാറ്റിലൂടെ ഞാൻ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാൻ വേണ്ടി. ഫോഴ്സിൻ്റെ ഇക്വേഷനാണ് ഡിറൈവ് ചെയ്യേണ്ടത് ഫ്രം ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. അപ്പോൾ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ എന്താണെന്ന് പഠിക്കണം, മസ്റ്റാണ്. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ, 3 ലോയിലും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെക്കൻഡ് ലോ തന്നെയാണ്. സെക്കൻഡ് ലോ, അതിൽ നിന്ന് ഫോഴ്സിൻ്റെ ഡെറിവേഷൻ. അപ്പോൾ സെക്കൻഡ് ലോ എന്താ? ന്യൂട്ടൺസ് ലോ. അല്ലെങ്കിൽ സെക്കൻഡ് ലോ എന്താണ്? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അപ്ലൈഡ് ഫോഴ്സ് ആണല്ലേ. അതായത് എഫ് പ്രൊപ്പോർഷണൽ ടു ആരാണ്? dp/dt ആണ്. അപ്പോൾ ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് ആ പ്രൂഫ് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എഫ് ഇസ് ഈക്വൽ ടു, പിന്നെ മറ്റേ ലെങ്തി ആയതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല എന്നേ ഉള്ളൂ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഡെറിവേഷൻ എന്ത് ചെയ്യാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക, കാണാം കേട്ടോ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രൊപ്പോർഷണൽ ഈക്വൽ ടു ആക്കാൻ വേണ്ടി കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എഫ് ഇസ് ഈക്വൽ കെ ഇൻറ്റു dp/dt. ആ കെ ആരാണ്? പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്. ഇഫ് ആ കെൻ്റെ വാല്യൂ 1 ആണെങ്കിൽ എഫ് ഇസ് ഈക്വൽ ആരാണെന്ന് വിളിക്കാം? എഫ് ഇസ് ഈക്വൽ ടു ആരാണ്? d/dt ഓഫ് പി അല്ലേ. ആരാണ് പി? മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? ദാറ്റ് ഈസ് പ്രൊഡക്റ്റ് ഓഫ് മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ നമ്മളിവിടെ എന്തെയാണ്, പീന് പകരം എം വി എന്ന് കൊടുത്തു. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ആരെ കിട്ടി? d/dt എം വിനെ കിട്ടിയില്ലേ. അല്ലെങ്കിൽ മാസ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് മാസിനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ എഫ് ഇസ് ഈക്വൽ ആര് വരും? എം ഇൻറ്റു dv/dt. ആരാ മക്കളെ dv/dt? ആരാ മക്കളെ dv/dt? dv/dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ആക്സിലറേഷൻ. അങ്ങനെയാണെങ്കിൽ എഫ് ഇസ് ഈക്വൽ ആരെ കിട്ടും? എം എനെ കിട്ടും. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റും ഈ എഫ് ഈക്വൽ എം എയുടെ ഡെറിവേഷൻ. പിന്നെ പ്രോബ്ലംസ് ഉണ്ട്, ഞാനത് ഇവിടെ എന്ത് ചെയ്യുക, ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഓക്കെ, ബാക്കിയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ന്യൂമറിക്കൽ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതൊക്കെ വരുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് കണ്ടോ? ഓക്കെ, ഇതെല്ലാം ഉണ്ട്. പ്രോബ്ലംസ് ഇതാ നമ്മൾ നേരത്തെ പറഞ്ഞ ബാങ്ക് റോഡിൻ്റെ പ്രോബ്ലം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇപ്രാവശ്യം ചാൻസുള്ള പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, കുറേ സ്ലൈഡുകളുണ്ട്. ഓക്കെ നമുക്കിപ്പോൾ നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകേണ്ടത്. ഇത് സെറ്റായി. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ, എഫ് ഈക്വൽ എം എയുടെ ഡെറിവേഷൻ. നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ പോവുകയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്? എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചാൻസ് ഉള്ളത്? ഏതാണ് മക്കളെ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, അല്ലെങ്കിൽ ലീനിയർ മൊമെൻറ്റത്തിൻ്റെ കൺസർവേഷനുമായി ബന്ധപ്പെട്ടുള്ള ലോ, ആ നിയമം സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പ്രൂവ് ചെയ്യാനും ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയിൽ നിന്ന് ന്യൂട്ടൻ്റെ തേർഡ് ലോ. ഞാൻ കൂടുതൽ ഗസ് ചെയ്യുന്നത് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ എന്നുള്ള പ്രൂഫാണ്. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ എന്നുള്ള പ്രൂഫ് മസ്റ്റായിട്ട് പഠിക്കുക. ന്യൂട്ടൻ്റെ തേർഡ് ലോ വരാറുണ്ട്, മോഡൽ എക്സാമിനും വന്നിട്ടുണ്ട്. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പ്രൂഫാണ് മക്കളെ ഞാൻ അധികം ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. അപ്പോൾ രണ്ടും പഠിക്കണം. ബട്ട് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയിൽ നിന്നുള്ള പ്രൂഫ്, കൺസർവേഷൻ ഓഫ് മൊമെൻറ്റത്തിൻ്റെ പ്രൂഫ് മസ്റ്റായിട്ട് പഠിക്കും കേട്ടോ. അപ്പോൾ എന്താണ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് ദർ ഈസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എ സിസ്റ്റം ഓഫ് സെവറൽ പാർട്ടിക്കിൾസ്, ദ ടോട്ടൽ ലീനിയർ മൊമെൻറ്റം ഓഫ് ദ സിസ്റ്റം റിമെയിൻസ് എ കോൺസ്റ്റൻറ്റ്. അതായത് സെവറൽ പാർട്ടിക്കിൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിലേക്ക് എക്സ്റ്റേണലി ഫോഴ്സ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അവൻ്റെ മൊമെൻറ്റം എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കില്ലേ. അപ്പോൾ നമുക്ക് ആ പ്രൂഫാണ് പറയുന്നത്. ഏതിൽ നിന്നുള്ള പ്രൂഫാണ് പറയുന്നത്? ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയിൽ നിന്നുള്ള പ്രൂഫാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ നമുക്കറിയാം കെൻ്റെ വാല്യൂ 1 ആണെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു dp/dt അല്ലേ. മക്കളെ സ്പീഡ് തോന്നുന്നുള്ളവരാണെങ്കിൽ പോസ് ചെയ്ത് അല്ലെങ്കിൽ സ്ലോയിലിട്ട് കാണാം കേട്ടോ. എഫ് ഇസ് ഈക്വൽ, കാരണം അപ്ലോഡ് ചെയ്യുമ്പോൾ കുറേ ടൈം എടുക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒരു വേവ് ലെങ്ത്തിലാണ് പറയുന്നത്, കാരണം അത്രത്തോളം ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നുണ്ട്. എഫ് ഇസ് ഈക്വൽ എന്നിട്ട് നമുക്ക് ലെങ്തി ആണ്, അതുകൊണ്ടാണ് വെറുതെ ലെങ്തി ആക്കുന്നതല്ല, അത്ര വേണ്ട, എല്ലാം ഉണ്ട്. എവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ള് കിട്ടും. എഫ് ഇസ് ഈക്വൽ ടു dp/dt ആണ്. ഇഫ് ദർ ഈസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആണെന്ന് പറഞ്ഞാൽ എന്താ? എഫിൻ്റെ വാല്യൂ 0. അപ്പോൾ എഫിൻ്റെ വാല്യൂ 0 ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ dp/dtൻ്റെ വാല്യൂ എന്തായിട്ടുണ്ടാകും? 0. ഒരു ഡിഫറൻഷിയേഷൻ്റെ വാല്യൂ 0 ആവണമെന്നുണ്ടെങ്കിൽ ആ ആൾ എന്തായിരിക്കണം? കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അപ്പോൾ dp/dt 0 ആവണമെങ്കിൽ പിൻ്റെ വാല്യൂ എന്തായേ പറ്റുള്ളൂ? കോൺസ്റ്റൻ്റ് ആയേ പറ്റുള്ളൂ. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് അവസാനിപ്പിച്ച്, ദസ് ദ ലീനിയർ മൊമെൻറ്റം ഓഫ് a system remains constant in the absence of external force. ക്ലിയർ ആണോ? അതായത് ഒരു സിസ്റ്റത്തിലേക്ക് എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ അവൻ്റെ മൊമെൻറ്റം എന്തായിരിക്കും? റിമെയിൻസ് എ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുപോലെ സെക്കൻഡ് ലോ പറയുന്ന സമയത്ത് നമ്മൾ അത്രമാത്രം ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ, മൊമെൻറ്റത്തിൻ്റെ ചേഞ്ചിൻ്റെ ഡയറക്ഷന് ഈ സെയിം ആണെന്നൊക്കെ പറയാറുണ്ട്. ബുദ്ധിമുട്ടില്ലാത്തവർ അതും കൂടി പഠിച്ചിരിക്കണം കേട്ടോ. ഇതാണ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും പ്രൂഫ് ഫ്രം ന്യൂട്ടൺ സെക്കൻഡ് ലോ. ന്യൂട്ടൻ്റെ തേർഡ് ലോയിലെ പ്രൂഫും കൂടി മക്കളെ ഫുൾ മാർക്ക്
പ്രതീക്ഷിക്കുന്ന ഒരാളാണ് നോക്കണം. ബട്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞ സെക്കൻഡ് ലോയിൽ നിന്നുള്ള പ്രൂഫാണ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. കറക്റ്റ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് വരും. എല്ലാ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നെക്സ്റ്റ് ഫോർമാറ്റ് എന്താണ്? നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യൻ ഇമ്പൾസുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ഇമ്പൾസ് എന്താണ്? എന്ത് ഇൻഡയറക്റ്റ് വന്നാലും നമ്മൾ കിട്ടുമേ. ഡിഫൈൻ ഇമ്പൾസ്. പിന്നെയോ ഇമ്പൾസ് മൊമെൻറ്റം തിയറി. ക്വസ്റ്റ്യനിലൂടെ നമ്മൾ ചാപ്റ്റർ ഫുള്ള് തീർക്കുകയാണ്. സ്റ്റേറ്റ് ഇമ്പൾസ് മൊമെൻറ്റം തിയറി. മക്കൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്. ഹോംവർക്ക്, അതുപോലെ നിങ്ങളുടെ കമൻസ് ആയിട്ട് കുറേ കാര്യം സജഷൻസ് പറയുക, അതുപോലെ ഹോംവർക്ക് ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് കമൻസ് ആയിട്ട് പറയുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. ഇതാണ് എനിക്കുള്ള സപ്പോർട്ട്. കാരണം ആ സപ്പോർട്ടില്ലേ ഞാൻ ഷുവർലി എനിക്ക് വീഡിയോ ചെയ്യാനുള്ള മോട്ടീവ് ഉണ്ടാവില്ല. ഓക്കെ, അത് നിങ്ങൾ തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇമ്പൾസ് എന്താണ്, അതുപോലെ തന്നെ ഇമ്പൾസ് മൊമെൻറ്റം തിയറി സ്റ്റേറ്റ് ചെയ്യാനും പറയുന്നുണ്ട്. ആ ഒരു ഇമ്പൾസ് മൊമെൻറ്റം തിയറിയുടെ പ്രൂഫ്. കാരണം ഒരു ടോപ്പിക്ക് ഇത്ര വരെ ചോദിക്കുക, നോർമലി ഒരു ക്വാളിറ്റി ഒരു നോർമൽ ക്വസ്റ്റ്യൻ ആണെങ്കിലോ ഇമ്പൾസ് എന്താ കഴിഞ്ഞു. പക്ഷേ ഇവിടെ നമ്മളെന്താ ഇമ്പൾസ് മൊമെൻറ്റം തിയറിൻ്റെ പ്രോബ്ലം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇമ്പൾസ് മൊമെൻറ്റം തിയറി എന്താണ് എന്ന് മാത്രമല്ല അതിൻ്റെ പ്രൂഫും വേണം. അപ്പോൾ അതാണ് കുറച്ചുകൂടി ലെവൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങൾ പഠിച്ചേക്കുക. അപ്പോൾ ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എന്താ, വളരെ സിമ്പിൾ. അതാണ് ലോക്കൽ ക്വസ്റ്റ്യൻ. ലാർജ് ഫോഴ്സ്, അത് നോർമലുള്ള കുട്ടികൾ എന്ത് ചെയ്യുക, ബാങ്ക് റോഡ്, ലെവൽ റോഡൊക്കെ പഠിക്കുക, ന്യൂട്ടൻ്റെ സെക്കലോ തൊട്ടും പറഞ്ഞ പ്രൂഫ് പഠിക്കുക, കൺസർവേഷൻ ഓഫ് മൈൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ന്യൂട്ടൻ്റെ സെക്കലും പ്രൂഫ് പഠിക്കുക. ഇവിടെ എന്തെങ്കിലും ഒന്നും പഠിക്കാത്തൊരു കുട്ടിയാണെങ്കിൽ ഇമ്പൾസിൻ്റെ ഡെഫിനിഷൻ മാത്രം പഠിക്കാൻ നിൽക്കുക. ഓക്കെ, ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമാണ്. അല്ലെങ്കിലോ അങ്ങനെയാണ് വിളിക്കാം. അല്ലെങ്കിലോ ഇമ്പൾസ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ടൈം ആണെന്ന് പഠിച്ചാൽ മതി. കാരണം എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. ഫോഴ്സിൻ്റെയും ടൈമിൻ്റെയും പ്രൊഡക്റ്റ് I = F×T. അല്ലെങ്കിൽ കുറച്ചും കൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ I = ആരാ, F×dt അല്ലെങ്കിൽ ഡെൽറ്റ ടി. അപ്പോൾ ഇവൻ്റെ യൂണിറ്റ് SI യൂണിറ്റ് ഒക്കെ ഞാൻ കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഈ യൂണിറ്റ് ഡയമെൻഷനൊക്കെ ഞാൻ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്ററിൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിൽ പറയുന്നുണ്ട്. കാരണം അതൊരു നിർബന്ധം എടുത്ത് കാണും കേട്ടോ. ന്യൂട്ടൺ സെക്കൻഡാണ്, അല്ലെങ്കിൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡാണ് നമ്മളെ മൊമെൻറ്റത്തെ പോലെ. ഓക്കെ, ഡയമെൻഷൻ MLT⁻⁻1 ആണ്. ഇവനൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ബട്ട് ക്വസ്റ്റ്യൻ അവിടെ കഴിയുന്നില്ല. അവിടെ എന്തും കൂടി ചോദിക്കുന്നുണ്ട്, ഇമ്പൾസ് മൊമെൻറ്റം തിയറിനെ കുറിച്ചും ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. എന്താണ് ഇമ്പൾസ് മൊമെൻറ്റം തിയറി? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ദ ചേഞ്ച് ഇൻ മൊമെൻറ്റം. ഇമ്പൾസ് ഈക്വൽ ടു ആരാണ്? ചേഞ്ച് ഇൻ മൊമെൻറ്റം, നോട്ട് മൊമെൻറ്റം. I = dp ആണ്, അല്ലെങ്കിൽ I = ΔP ആണ്. അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം പോരാ. അതാണ് ഫുൾ മാർക്കുള്ള കുട്ടിയാണെങ്കിലോ അതിൻ്റെ പ്രൂഫ് പഠിച്ചിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് അത് പ്രൂവ് ചെയ്യുക? അത് വീണ്ടും ന്യൂട്ടൻ്റെ കണ്ടതാണ്. അതുകൊണ്ട് ഞാൻ ന്യൂട്ടൻ്റെ സെക്കൻഡിലോ ആദ്യം പഠിപ്പിച്ചത്. ആ ന്യൂട്ടൻ്റെ സെക്കൻഡിൽ നിന്നാണ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അതേ ന്യൂട്ടൻ്റെ സെക്കൻഡിൽ നിന്നാണ് ഇമ്പൾസ് മൊമെൻറ്റം തിയറിയുടെ പ്രൂഫും പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ മസ്റ്റ്. അതുകൊണ്ടാണ് ന്യൂട്ടൻ സെക്കൻഡിന് ഇമ്പോർട്ടൻസ് ഏറുന്നത്. ക്ലിയർ ആയ? അതുകൊണ്ട് ക്വസ്റ്റ്യൻ വരുന്ന വഴിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ഇൻഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ നിങ്ങൾക്ക് ലോക്കാക്കി തന്നിട്ടുണ്ടാവും. അപ്പോൾ ന്യൂട്ടൻ്റെ സെക്കൻഡ് എന്താ പറയുന്നത്? F = dp/dt. ഈ ഡി ടിയെ LHSലേക്ക് എടുത്താൽ എന്താവും? F×dt = ആരാകും? dp ആകും. ആരാണ് F×dt? F×dt എന്ന് പറഞ്ഞാൽ അത് ഇമ്പൾസിൻ്റെ ഇക്വേഷൻ അല്ലേ? തൊട്ടുമുകളിൽ നമ്മൾ പറഞ്ഞില്ലേ I = ആരാ? F×dt അല്ലെങ്കിൽ F×ΔT അല്ലേ? അങ്ങനെയാണെങ്കിൽ I = ആരാണ്? dp ആയില്ലേ? അപ്പോൾ F×dt I ആണെങ്കിൽ ഈ F×dt ഒരു I കൊടുത്തു കഴിഞ്ഞാൽ I = ആരാ? dp. I ആരാണ്? ഇമ്പൾസ്. ആരാണ് dp? ചേഞ്ച് ഇൻ മൊമെൻറ്റം. അപ്പോൾ ഇമ്പൾസ് ഈക്വൽ ടു ആരാ? ചേഞ്ച് ഇൻ മൊമെൻറ്റം. ഇതുമായി ബന്ധപ്പെട്ട് പ്രോബ്ലം പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ബാറ്റ്സ്മാൻ ഹിറ്റ്സ് ബാക്ക് എ ബോളിൻ്റെ കേസ്, 2 ബില്യാർഡ്സിൻ്റെ കേസ് പ്രോബ്ലം വരുന്നുണ്ട്. ഓക്കെ, ഒന്ന് വെയിറ്റ് ആക്കട്ടോ. അപ്പോൾ ഇതാണ് ഇമ്പൾസ് എന്താണ്? ഇമ്പൾസ് മൊമെൻറ്റം തിയറി എന്താണ്? ഇമ്പൾസ് മൊമെൻറ്റം തിയറിയുടെ പ്രൂഫ് എങ്ങനെയാണ് ചെയ്യുക? ക്ലിയർ ആണല്ലോ? പ്രോബ്ലം കുറച്ചും കൂടി ടഫാണ്. പ്രോബ്ലം വരുന്നുണ്ട്, അത് അവിടെ വരുന്നുണ്ട്, ഇടയിൽ വരുന്നുണ്ട്. ഓക്കെ, അതിനെ ടൈമിനനുസരിച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒന്ന് വെയിറ്റ് ആക്കുക. ദെൻ നെക്സ്റ്റ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഒരു തിയറി ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അതെല്ലാം വരുന്നുണ്ട്. 1 വേർഡ്സും തിയറിയും ന്യൂമറിക്കലും കോൺസെപ്ച്വലും ഷോർട്ട് ആൻസേഴ്സും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ ഓഫ് മോഷൻ. ന്യൂട്ടൻ്റെ 3 ലോയും സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചിരിക്കുക. ഓക്കെ, ഞാൻ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അറിയാൻ വായിക്കാൻ നിൽക്കുന്നില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഈ നോട്ട്സ് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ടെലഗ്രാം ഗ്രൂപ്പ്, സ്റ്റഡി ഗ്രൂപ്പ്, +1 സ്റ്റഡി ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ഈ നോട്ട് അല്ലെങ്കിൽ എൻ്റെ ഞാൻ ടൈപ്പ് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് നോട്ടാണ്, അത് ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ ഈ സ്ലൈഡാണോ വേണ്ട, എന്താ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോൺ ഈ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുക. ന്യൂട്ടൻ്റെ സെക്കൻഡ് ഓൾറെഡി പറഞ്ഞു, അതുകൊണ്ട് പിന്നെ വലിയ സീനില്ല. പിന്നെ ന്യൂട്ടൻ്റെ തേർഡ് ലോണിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. ഫോർ എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. മക്കൾ പിന്നെ ഉണ്ടല്ലോ, ആ ന്യൂട്ടൻ്റെ തേർഡ് ലോ പഠിക്കുമ്പോൾ കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് പഠിച്ചിരിക്കണം. ഗൺ ഫയർ ചെയ്യുന്ന, റീകോയിൽ ഓഫ് ഗണ്ണ്, കൺസർവേഷൻ ഓഫ് മൊമെൻറ്റത്തിനും വരും കേട്ടോ. റീകോയിൽ ഓഫ് ഗണ്ണ് അവിടുത്തെ പ്രോബ്ലം വരുന്നുണ്ട്, അതുണ്ട് കേട്ടോ. റീകോയിലിൻ്റെ പ്രോബ്ലം വരുന്നുണ്ട് നമ്മൾക്ക്. അപ്പോൾ ഗൺ ഫയർ ചെയ്യുന്ന കേസ്, റീകോയിൽ വെലോസിറ്റിയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ റീകോയിൽ ഓഫ് ഗണ്ണ്,
ആ ഒരു കേസ് ഒന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ വാക്കിങ്ങിൻ്റെ സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് ന്യൂട്ടൻ്റെ തേർഡ് ലോയുമായി ബന്ധപ്പെട്ട് മിനിമം രണ്ട് എക്സാമ്പിൾസ് മിനിമം അറിഞ്ഞിരിക്കുക. വൈൽ സ്വിമ്മിങ്ങിൻ്റെ കേസ് പറയാം, റോക്കറ്റ് പ്രൊപ്പൽഷൻ ഒക്കെ ന്യൂട്ടൻ്റെ തേർഡ് ലോയിന് അണ്ടറിൽ വരുന്ന എക്സാമ്പിൾസ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇവിടെ കൂടുതൽ വരിക. ചെറിയ മാർക്കിന് വരുന്ന സെഷനിൽ ന്യൂട്ടൻ്റെ ലോസ് കൊടുക്കാറുണ്ട്. ഓക്കെ ആണോ? അടുത്ത് നമ്മളൊരു പ്രോബ്ലത്തിലേക്കാണ് 6ാമത്തെ ക്വസ്റ്റ്യൻ പോകുന്നത്. ഒരു സർക്കുലർ റേസ് ട്രാക്ക്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ ഒരു മോഡൽ പറഞ്ഞിട്ടുണ്ട്. റേഡിയസ് 300 പ്രീവിയസ് ആണ് കേട്ടോ. റേഡിയസ് 300 മീറ്റർ ഈസ് ബാങ്ക്ഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 15 ഡിഗ്രി പറഞ്ഞ ഓർമ്മയുണ്ടോ? ഇഫ് ദ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ വീൽ ഓഫ് എ റേസ് കാർ ആൻഡ് ദ റോഡ് ഈസ് 0.2 ആണെങ്കിൽ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഈസ് ദ ഒപ്റ്റിമം സ്പീഡ് ഓഫ് ദ റേസ് കാർ ടു അവോയ്ഡ് വിയർ ആൻഡ് ടിയർ? എന്താ വിയർ ആൻഡ് ടിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വിയർ ആൻഡ് ടിയർ തേയ്മാനം ഒഴിവാക്കണം. തേയ്മാനം ഒഴിവാക്കുന്ന സമയത്ത് എന്താണ് വി മാക്സിൻ്റെ ഇക്വേഷൻ വരിക? റൂട്ട് ആർ ജി ടാൻ തീറ്റ. വിയർ ആൻഡ് ടിയർ അല്ലെങ്കിൽ ടു അവോയ്ഡ് ഫ്രിക്ഷൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ വി മാക്സ് ഇസ് ഈക്വൽ എന്ത് യൂസ് ചെയ്യണം മക്കളെ? റൂട്ട് ആർ ജി ടാൻ തീറ്റ. ഇനി ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇവിടെ ആറ് തന്നിട്ടുണ്ട്. ആറ് എത്രയാണ്? 300 മീറ്റർ ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ജി തരേണ്ട ആവശ്യമില്ല. 9.8. തീറ്റ തന്നിട്ടുണ്ട് 15 ഡിഗ്രി. നമുക്കത് നോക്കാം. അതുപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മാക്സിമം പെർമിസിബിൾ സ്പീഡ് ടു അവോയ്ഡ് സ്ലിപ്പിംഗ് ആണ്. അതായത് കംപ്ലീറ്റാണ്. അപ്പോൾ നമ്മൾക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുക? റൂട്ട് ആർ ജി ടാൻ തീറ്റ അല്ലേ വരിക? റൂട്ട് ആർ ജി ടാൻ തീറ്റ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണാം. റൂട്ട് ആർ ജി ടാൻ തീറ്റ കൊടുത്തതൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ വി മാക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ആർ ജി ടാൻ തീറ്റയാണ് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ടു അവോയ്ഡ് വിയർ ആൻഡ് ടിയർ ഓർ ഫ്രിക്ഷൻ ആണ്. അപ്പോൾ ഏതാ ഇക്വേഷൻ? വി മാക്സ് ഇസ് ഈക്വൽ ആരാ വരിക? റൂട്ട് ആർ ജി ടാൻ തീറ്റ. റൂട്ട് ആർ എത്രയാ? 300. ജി എത്രയാ? 9.8. തീറ്റ എത്രയാ? 15. അപ്പോൾ ടാൻ 15. അപ്പോൾ അത് ചെയ്തപ്പോൾ എനിക്ക് ആൻസർ കിട്ടുന്നത് 28.1 മീറ്റർ പെർ സെക്കൻഡ് ആണ് എ ക്വസ്റ്റ്യൻ ആൻസർ. ഇനി ബി പാർട്ട് ആണെങ്കിലോ ടു അവോയ്ഡ് സ്ലിപ്പിംഗ് ആ. അത് നമ്മൾ മെയിൻ ഇക്വേഷൻ റൂട്ട്, ഇവിടെ റൂട്ട് ഫുൾ ഉണ്ട്. റൂട്ട് ഓഫ് ആർ ജി മ്യൂ എസ് പ്ലസ് ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റ. അത് ആർ ഇൻറ്റു ജി. അത് പറയാൻ ശ്രദ്ധിക്കേണ്ട. ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് മ്യൂ എസിൻ്റെ വാല്യൂ 0.2 പ്ലസ് ടാൻ തീറ്റ ഓൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ എസ് 0.2 ടാൻ തീറ്റ. അപ്പോൾ കറക്റ്റ് ചെയ്യണം. ഇവിടെ കുറേ ആൾക്കാർ ബ്രാക്കറ്റ് എടുക്കില്ല. ആർ ജി ടാൻ അങ്ങനെ പോകും. ആർ ജി മ്യൂ എസ് അങ്ങനെയല്ല. ആർ ജി വിത്തിൻ ബ്രാക്കറ്റാണ് മ്യൂ എസ് പ്ലസ് ടാൻ തീറ്റ. അങ്ങനെയൊക്കെ കുറേ മിസ്റ്റേക്കുകൾ വരും. അശ്രദ്ധ കൊണ്ട് മാർക്ക് പോയി പിന്നെ സങ്കടപ്പെട്ടൊരു കാര്യമില്ല മക്കളെ. അത് ചെയ്യുമ്പോൾ എനിക്ക് ആൻസർ വരുന്നത് അറൗണ്ട് 38.12 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നിങ്ങളൊന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഒരു പ്രോബ്ലം അവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാങ്ക്ഡ് റോഡിൻ്റെ ഭാഗത്ത് നിന്ന് പ്രോബ്ലമാണ് വന്നത്. ലെവൽ റോഡിൻ്റെ അവിടെ നിന്ന് പ്രോബ്ലം വരാറുണ്ട്. റൂട്ട് മ്യൂ ആർ ജി ഒരു കാറിൻ്റെ കേസ് അല്ലെങ്കിൽ സൈക്ലിസ്റ്റ് സ്ലിപ്പ് ആവും ഇല്ലയോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. അത് ഡയറക്റ്റ് ഒന്നുമില്ല, റൂട്ട് മ്യൂ ആർ ജിയിൽ കൊടുത്താൽ മതി. ഓക്കെ ആണോ? നെക്സ്റ്റ് നമ്മളൊരു തിയറി ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. എല്ലാം അനലൈസ് ചെയ്തിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയില്ലേ. ഫ്രിക്ഷൻ ഈസ് എ നെസറി ഈവിൾ എന്ന് പറയാറുണ്ട്. വൈ എന്നാണ്. അതായത് ഫ്രിക്ഷനെ സംബന്ധിച്ച് നെസറി ഈവിൾ എന്ന് വിളിക്കാനുള്ള കാരണം എന്താ? പ്രീവിയസ് ആണ്. എന്തുകൊണ്ടാണ്? അതിനവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രിക്ഷൻ ഹാസ് മെനി അഡ്വാൻറ്റേജസ് ആസ് വെൽ ആസ് ഡിസ്അഡ്വാൻറ്റേജസ്. ഫ്രിക്ഷനെ സംബന്ധിച്ചിടത്തോളം അഡ്വാൻറ്റേജ് മാത്രമല്ല അല്ലെങ്കിൽ ഡിസ്അഡ്വാൻറ്റേജ് മാത്രമല്ല, രണ്ടും ഉണ്ട്. അതുകൊണ്ടാണ് നെസസറി ഈവിൾ. പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അഡ്വാൻറ്റേജസ് പഠിക്കണം. അപ്പോൾ അങ്ങനെ പഠിക്കുക. അതാണ് ഫ്രിക്ഷൻ്റെ അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് ചോദിച്ചാൽ മതി. പക്ഷേ ഇങ്ങനെയാണ് പ്രീവിയസ് വന്നത്. അപ്പോൾ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ആ ക്വസ്റ്റ്യൻ ഫോർമാറ്റിൽ ഞാൻ വീഡിയോ ചെയ്യുന്നതിന് എന്തിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നിട്ട് മാത്രം കാര്യമില്ല. അപ്പോൾ ഈ രീതിയിൽ പഠിക്കുമ്പോൾ ടോപ്പിക്കും കിട്ടി, ക്വസ്റ്റ്യൻ്റെ ഫോർമാറ്റും കിട്ടി. എവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ എന്ത് ഇൻഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സേഫാണ് മക്കളെ. അപ്പോൾ അഡ്വാൻറ്റേജസ് എന്താ? രണ്ട് അഡ്വാൻറ്റേജ് നോക്കാമല്ലോ. വി ആർ ഏബിൾ ടു വാക്ക് ഓൺ ദ ഗ്രൗണ്ട് ഡ്യൂ ടു ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ ഉണ്ടായതുകൊണ്ടാണ് ഗ്രൗണ്ടിൽ കൂടെ നമുക്ക് സുഖമായിട്ട് നടക്കാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, അതുപോലെ തന്നെ രണ്ടാമത് വി ക്യാൻ ഹോൾഡ് ആൻ ഒബ്ജക്റ്റ് ഇൻ ഹാൻഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ. ഞാനിപ്പോൾ ഈ പെന്ന് യൂസ് ചെയ്തിട്ടാണ് ഇത് വരച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കിത് എൻ്റെ ഹാൻഡിൽ ഇത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഇവിടെ ഫ്രിക്ഷൻ എൻ്റെ ഹാൻഡും ആ പെന്നിൻ്റെ സർഫേസും ഉണ്ടായത് കൊണ്ടാണ്. ക്ലിയർ ആണോ? പിന്നെന്താണ് ഡിസ്അഡ്വാൻറ്റേജസ്? അഡ്വാൻറ്റേജസും ആസ് വെൽ ആസ് ഡിസ്അഡ്വാൻറ്റേജസ് അല്ലേ പറഞ്ഞത്. അപ്പോൾ ഡിസ്അഡ്വാൻറ്റേജസ് എന്താ? ഒരു വെഹിക്കിൾ മൂവ് ചെയ്യുന്ന സമയത്ത് കുറേ എനർജി നഷ്ടപ്പെടുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഫ്രിക്ഷൻ ഓവർകം ചെയ്യാൻ വേണ്ടി. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുന്ന നല്ല ആളല്ലല്ലോ, റെസിസ്റ്റീവ് മോഷൻ അല്ലേ, റെസിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സ് അല്ലേ. അപ്പോൾ ആ ഒരു ഫ്രിക്ഷനെ മറികടക്കാൻ വേണ്ടി കുറേ എനർജി ആ വെഹിക്കിൾ യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത് ഫ്രിക്ഷൻ കാരണം വിയർ ആൻഡ് ടിയർ തേയ്മാനം സംഭവിക്കുന്നുണ്ട്. മൂവിങ് പാർട്സ് ഓഫ് മെഷീൻസ്, അതുപോലെ നമ്മളെ ചപ്പൽസിൻ്റെ കേസിലൊക്കെ തേയ്മാനം സംഭവിക്കുന്ന ഫ്രിക്ഷൻ്റെ ഒരു നെഗറ്റീവ് സൈഡാണ്. അതുപോലെ തന്നെ ഫ്രിക്ഷൻ ഓഫേർഡ് ബൈ അറ്റ്മോസ്ഫിയറിക് എയർ. അറ്റ്മോസ്ഫിയറിക് എയറിലെ ഫ്രിക്ഷൻ കാരണം എന്തുണ്ടാകും? ഡിസ്അഡ്വാൻറ്റേജസ് ആണ്. ആർക്കൊക്കെ? റോക്കറ്റ്സ്, സാറ്റലൈറ്റിനെ സംബന്ധിച്ചിടത്തോളം അറ്റ്മോസ്ഫിയറിക് എയർ ഓഫർ ചെയ്യുന്ന ഫ്രിക്ഷൻ ഈ ഒരു സാറ്റലൈറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം, റോക്കറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മൂവ്മെൻറ്റിനെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? എതിർക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫ്രിക്ഷൻ്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ടായതുകൊണ്ടാണ് ഫ്രിക്ഷൻ ഈസ് എ നെസസറി ഈവിൾ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? നമ്മൾ
8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വേണം മക്കളെ. സ്പീഡ് ആവുന്നതിന് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ സ്ലോയിലിട്ട് കണ്ടോട്ടോ, അല്ലെങ്കിൽ പോസ് ചെയ്ത് നോട്ട് ചെയ്ത് എടുത്ത് വാട്ടോ. ദെൻ നെക്സ്റ്റ് വൺ, വാട്ട് ആർ ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ? പ്രീവിയസ് ആണ്. ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ 2 മാർക്കിൻ്റെ സെഷനിൽ ഇപ്രാവശ്യം ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ടോപ്പിക്കാണ്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ നിയമങ്ങൾ എന്താ? ഇതുപോലെ കൈനറ്റിക് ഫ്രിക്ഷൻ്റെ നിയമങ്ങളുണ്ട്, ബട്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. പഠിച്ച് കഴിഞ്ഞവർ കൈനറ്റിക് ഫ്രിക്ഷൻ്റെ നിയമങ്ങളും നോക്കിയേക്കണം. അപ്പോൾ എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ഏരിയ ഓഫ് കോണ്ടാക്റ്റ്. അപ്പോൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ മാക്സിമം വാല്യൂ. അറിയാത്തൊരു നോട്ട് ചെയ്ത് വെക്കണം മക്കളെ, ഞാൻ കുറേ കാര്യങ്ങൾ എടുത്ത് പറയാം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനെ വിളിക്കുന്ന പേരാ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഈ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്റ്റ് എന്നുള്ളതാണ് ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ ഫസ്റ്റ് പോയിന്റ്. 2ാമത്തെ പോയിന്റ് ആണെങ്കിലോ, നമ്മളിപ്പം പറഞ്ഞ മാക്സിമം വാല്യൂ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അല്ലെങ്കിൽ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഇല്ലേ, ഇത് ഡയറക്ട്ലി പ്രൊപ്പോർഷനിലാണ്. ആർക്കാണെന്നിപ്പോൾ ഡയറക്ട്ലി പ്രൊപ്പോർഷനിൽ? നോർമൽ റിയാക്ഷൻ. അപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ മാക്സിമം വാല്യൂവിനെ നമ്മൾ FS മാക്സ് എന്നാണ് വിളിക്കുക. എഫ് മാക്സ് എന്ന് വിളിക്കാറുണ്ട്, ഞാൻ FS മാക്സ് എന്ന് വിളിക്കുക. അപ്പോൾ FS മാക്സ് പ്രൊപ്പോർഷണൽ ടു R ആണ്. അങ്ങനെയാണ് FS മാക്സ് പ്രൊപ്പോർഷണൽ ഈക്വൽ ടു ആക്കാൻ വേണ്ടി ഒരു കോൺസ്റ്റൻറ്റ് വരുന്നുണ്ട്. ആ കോൺസ്റ്റൻ്റ് ആണ് μS. ആ μS അറിയപ്പെടുന്ന പേരെന്താ? കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അപ്പോൾ FS മാക്സ് ഇസ് ഈക്വൽ ടു ആര് വരും? μSR. അപ്പോൾ FS മാക്സ് ഇസ് ഈക്വൽ ടു, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, FS മാക്സ് ഇസ് ഈക്വൽ ടു ആര്? μR അല്ലെങ്കിൽ μSR, വേർ FS മാക്സ് ഇസ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, μS കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആൻഡ് R ഈസ് നോർമൽ റിയാക്ഷൻ. ക്ലിയർ ആണോ? അങ്ങനെ നമ്മൾ 8 ക്വസ്റ്റ്യൻ കവർ ചെയ്തിരിക്കുന്നു വേരിയസ് ഫീൽഡിൽ നിന്നും. നെക്സ്റ്റ് വരുന്ന അടുത്തൊരു പ്രോബ്ലം ആണ് നെക്സ്റ്റ് വരുന്നത്. ഇങ്ങനെയാട്ടോ ഞാൻ എല്ലാ ചാപ്റ്ററും ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി ചെയ്തത് ഇങ്ങനെയാണ്, ഇനി ചെയ്യാൻ പ്ലാൻ ഉള്ളതും ഇതേപോലെ എല്ലാം അനലൈസ് ചെയ്തിട്ട് പ്രോബ്ലംസും 1 വേർഡ്സും ബാക്കി എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ഒരു പ്രോബ്ലം ആണ്. ഷെൽ ഓഫ് മാസ് പ്രീവിയസ് ആണ് 0.02 കിലോഗ്രാം ഈസ് ഫയർഡ് ബൈ എ ഗൺ ഓഫ് മാസ് 100 കിലോഗ്രാം. ഷെല്ല് എന്ന് പറഞ്ഞാൽ ബുള്ളറ്റ് ആണ്. ബുള്ളറ്റിൻ്റെ മാസാണ് 0.02 കിലോഗ്രാം. ഗണ്ണിൽ നിന്ന് ഫയർ ചെയ്യുന്നു. ഗണ്ണിൻ്റെ മാസ് 100 കിലോഗ്രാം. മസിൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ബുള്ളറ്റിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട് 80 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ വാട്ട് ഈസ് ദ റീകോയിൽ സ്പീഡ് ഓഫ് ദ ഗണ്ണ്? അങ്ങനെയാണെങ്കിൽ ആ ഗണ്ണിൻ്റെ റീകോയിൽ സ്പീഡ് ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ട്. റീകോയിൽ വെലോസിറ്റി, കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, ന്യൂട്ടൻ്റെ 3rd ലോയിലൊക്കെ കണക്ട് ചെയ്ത് വരുന്ന ഒരു ടോപ്പിക്കാണ് റീകോയിൽ ഓഫ് ഗണ്ണ്. ഗണ്ണിൻ്റെ വെലോസിറ്റിനെയാണ് നമ്മൾ റീകോയിൽ വെലോസിറ്റി എന്ന് വിളിക്കുക. അപ്പോൾ തന്ന കാര്യങ്ങൾ നമുക്ക് ഗിവൺ ദാറ്റ് എപ്പോൾ എഴുതാൻ പറയുന്നത് അത് ഞാൻ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഷെല്ല് അല്ലെങ്കിൽ ബുള്ളറ്റിൻ്റെ മാസ് തന്നിട്ടുണ്ട്, ഗണ്ണിൻ്റെ മാസ് തന്നിട്ടുണ്ട്, നമ്മുടെ ബുള്ളറ്റിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? നമ്മൾക്ക് ഗണ്ണിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? സ്പീഡ്, അല്ലെങ്കിൽ റീകോയിൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഗണ്ണിൻ്റെ സ്പീഡ്, ഗണ്ണിൻ്റെ വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് ഏത് ടോപ്പിക്കാണ്? കൺസർവേഷൻ ഓഫ് മൊമെൻറ്റത്തിൻ്റെ കേസാണ് കൊടുക്കുന്നത്. ബിഫോർ ഫയറിങ് അവിടെ മൊമെൻറ്റം ഒന്നുമില്ല, അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ബിഫോർ ഫയറിങ് മൊമെൻറ്റം ഒന്നുമില്ല. ആഫ്റ്റർ ഫയറിങ് ആണെങ്കിലോ, അതാണ് ബിഫോർ ഫയറിങ് മൊമെൻറ്റും ഇല്ല. പക്ഷേ ആഫ്റ്റർ ഫയറിങ് ആണെങ്കിലോ ബുള്ളറ്റിൻ്റെ മൊമെൻറ്റം പ്ലസ് ഗണ്ണിൻ്റെ മൊമെൻറ്റം. ബുള്ളറ്റിൻ്റെ മൊമെൻറ്റമാണ് സ്മോൾ എം ഇൻറ്റു സ്മോൾ വി, ഗണ്ണിൻ്റെ മൊമെൻറ്റം ക്യാപിറ്റൽ എം ഇൻറ്റു ക്യാപിറ്റൽ വി. ക്ലിയർ ആണോ? അങ്ങനെയാണെന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾക്ക് ക്യാപിറ്റൽ വി, അതായത് നമ്മൾ ഗണ്ണിൻ്റെ അല്ലെങ്കിൽ റീകോയിൽ സ്പീഡ് ഓഫ് ദ ഗണ്ണ് കിട്ടുന്നു. ക്യാപിറ്റൽ വി ഈക്വൽ ടു -mv ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എം. നമ്മൾ തൊട്ടുമ്പോഴത്തെ -mൻ്റെ വാല്യൂ, സ്മോൾ ലെറ്റർ എമ്മിൻ്റെ വാല്യൂ, സ്മോൾ ലെറ്റർ വിൻ്റെ വാല്യൂ, ക്യാപിറ്റൽ എമ്മിൻ്റെ വാല്യൂ, അതായത് ബുള്ളറ്റിൻ്റെ മാസ്, ബുള്ളറ്റിൻ്റെ വെലോസിറ്റി നമ്മളെ ഗണ്ണിൻ്റെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് ആൻസർ കിട്ടുന്നു വി ഈക്വൽ ടു ക്യാപിറ്റൽ വി, അല്ലെങ്കിൽ ഗണ്ണിൻ്റെ വെലോസിറ്റി ഇസ് ഈക്വൽ എന്ത് കിട്ടുന്നു? -0.016 മീറ്റർ പെർ സെക്കൻഡ്. അതെന്തുകൊണ്ടാണ് മൈനസ് വരുന്നത്? കാരണം ബുള്ളറ്റ് മൂവ് ചെയ്യുന്ന ഡയറക്ഷനിലല്ല നമ്മുടെ ഗണ്ണ് മൂവ് ചെയ്യുന്നുണ്ടാവുക, ഒപ്പോസിറ്റ് ഡയറക്ഷനില്ല. അല്ലെങ്കിൽ ഇവരുടെ മൊമെൻറ്റം എന്താണ്? ഓപ്പോസിറ്റ് ആണ്. ബുള്ളറ്റിൻ്റെ മൊമെൻറ്റവും ഗണ്ണിൻ്റെ മൊമെൻറ്റവും ഓപ്പോസിറ്റ് ആണ്. അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി അല്ല ഈ മൊമെൻറ്റം വെലോസിറ്റി എന്നൊക്കെ പറഞ്ഞത്. അതുകൊണ്ടാണ് നെഗറ്റീവ് കൊടുത്തത്. ഇനി സ്പീഡാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നെഗറ്റീവ് ഒഴിവാക്കിയിട്ടും എഴുതാട്ടോ. ഓക്കെ, അവിടെ നോർമലി വെക്റ്റർ കേസ് എടുക്കുന്ന സമയത്താണ് മൈനസ് വരിക. അതുകൊണ്ട് മൈനസ് ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ബട്ട് മൈനസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എന്ത് ചെയ്യുക? ആക്യുറേറ്റ് ആയി എന്ന് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആണോ? അപ്പോൾ അങ്ങനെ 8 ക്വസ്റ്റ്യൻ നമ്മളവിടെ 9 ക്വസ്റ്റ്യൻ അവിടെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ദെൻ മക്കളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വേണം. ഒരു കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ ആണ് അടുത്ത വരുന്നത്. വൈൽ ക്യാച്ചിങ് എ ബോൾ എ ക്രിക്കറ്റർ ലോവേഴ്സ് ഹിസ് ഹാൻഡ്സ് ബാക്ക്വേർഡ്സ് വൈ. അതായത് ക്യാച്ച് ചെയ്യുന്ന സമയത്ത് ക്രിക്കറ്റർ, ഫീൽഡറിൽ, കീപ്പറിൻ്റെ സിറ്റുവേഷനിലെ സമയത്ത്, പ്രൊഫഷണലി നോക്കുന്ന സമയത്ത് കൈ ഒന്ന് പിറകോട്ട് വലിക്കുന്നുണ്ട് ഈ ക്യാച്ച് ചെയ്യുന്ന സമയത്ത്. എന്തിനാണ് ഇപ്പോൾ ഇവരിങ്ങനെ ചെയ്യുന്നത്? ഏതാ ടോപ്പിക്? ഇമ്പൾസിൻ്റെ കോൺസെപ്റ്റ് അല്ലേ? അതായത് കൈ പിറകോട്ട് വലിക്കുന്ന സമയത്ത് അവർക്ക് ഒരു ക്യാച്ച് ചെയ്യുന്ന ടൈം ഓഫ് ക്യാച്ചിങ് ചെറുങ്ങനെ ഒന്ന് കൂടുന്നുണ്ട്. അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത് ബൈ മൂവിങ് ദ
ഹാൻഡ്സ് ബാക്ക്വേർഡ്സ് ദ ക്രിക്കറ്റർ ഇൻക്രീസസ് ദ ടൈം ഓഫ് ക്യാച്ച്. ചെറുങ്ങനെ ഒന്ന് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി സമയം കിട്ടൂലേ ഇപ്പോൾ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് I=F/dt ആണല്ലോ. അങ്ങനെയാണ് F= ആരാ I//dt, അല്ലെങ്കിൽ F= ആരാ I/Δt. അങ്ങനെയാണെങ്കിൽ എക്സൈഡ് ആ ഫോഴ്സിൻ്റെ വാല്യൂ എക്സൈഡഡ് ബൈ ദ ബോൾ ഓൺ ഹിസ് ഹാൻഡ്സ് ബിക്കംസ് മച്ച് സ്മോളർ ആൻഡ് ഇറ്റ് ഡസൻറ്റ് ഹെർട്ട് ഹിം. അതായത് ഇത്രയേ ഉള്ളൂ മക്കളെ, ഇത്രയേ കാര്യം പറയണ്ടോ. എന്തേ പറയണ്ടോ? F പ്രൊപ്പോർഷണൽ, ഇത് എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ മതി. F പ്രൊപ്പോർഷണൽ ടു 1/dt, അല്ലെങ്കിൽ F പ്രൊപ്പോർഷണൽ ടു 1/Δt എന്നോ, അല്ലെങ്കിൽ F പ്രൊപ്പോർഷണൽ ടു അറ്റ്ലീസ്റ്റ് ഇത് എഴുതി നിങ്ങൾക്കടെ മാർക്ക് കിട്ടും. F പ്രൊപ്പോർഷണൽ ടു ആരാ 1/t ആണ്. അപ്പോൾ ടൈം കൂടുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കുറയുന്നു? ഫോഴ്സ് കുറയുന്നു. ഇങ്ങനെ എഴുതി വെച്ചാലും മതി, സെൻറ്റൻസ് വേണമെന്നില്ല. അതൊരു കോൺസെപ്റ്റാണ്, ഫ്രം ഇമ്പൾസിൻ്റെ കോൺസെപ്റ്റാണ്. അപ്പോൾ 10 ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ് പല മോഡൽ ക്വസ്റ്റ്യൻസും കോൺസെപ്ച്വലും ഡെറിവേഷനും പ്രോബ്ലംസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയില്ല. ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസും 1 വേർഡ് സെഷൻസും ഒക്കെ ഉണ്ട് അത്രേ. ഓക്കെയാണോ മക്കളെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് പോയാലോ? നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അടുത്ത സെഷനിൽ വരിക. ഓക്കെ, ഇങ്ങനെ തന്നെയാണ് പോവുക. അടുത്ത വീഡിയോയിലേക്ക് ഇതുപോലെ തന്നെയാണ് വരുന്നത്. തൊട്ടുമ്പത്തേലും ഇതുപോലെ തന്നെയായിരുന്നു. 1 മാർക്ക് ക്വസ്റ്റ്യൻസിൽ എങ്ങനെയൊക്കെയാണ് വരിക നോക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വെൻ എ മൂവിങ് ബസ് സഡൻലി സ്റ്റോപ്സ് പാസഞ്ചർ ടെൻസ് ടു ഫോൾ ഫോർവേഡ്, ദിസ് ഈസ് ഡ്യൂ ടു പ്രീവിയസ് ആണ്. അതായത് മൂവ് ചെയ്ത ബസ് പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് അതിലുള്ള പാസഞ്ചേഴ്സ് മുമ്പോട്ടേക്ക്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് ഏതാണ്? ദിസ് ഈസ് ഡ്യൂ ടു ഏത് ലോയാണ്? ലോ ചോദിക്കുമ്പോൾ ന്യൂട്ടൺ ഫസ്റ്റ് ലോ എന്ന് പറയണം. ഇനേഷ്യ ചോദിച്ചു കഴിഞ്ഞാലോ അത് നമ്മൾ ഇനേഷ്യ ഓഫ് മോഷൻ ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇനേഷ്യൻ്റെ ഭാഗം അറിഞ്ഞിരിക്കണം. ഇനേഷ്യ ഓഫ് മോഷൻ, ഇനേഷ്യ ഓഫ് റെസ്റ്റ്, ഇനേഷ്യ ഓഫ് ഡയറക്ഷനെ കുറിച്ചൊക്കെ മക്കൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ക്ലിയർ ആണല്ലേ? അപ്പോൾ മൂവ് ചെയ്തിരിക്കുന്ന ബസ് പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുമ്പോൾ മുമ്പോട്ട് പോകുന്നത് ഇനേഷ്യ ഓഫ് മോഷൻ ആണ്. ഇനി റെസ്റ്റിലുള്ള ബസ് പെട്ടെന്ന് മൂവ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് പാസഞ്ചർ ടെൻസ് ടു ഫോൾ ബാക്ക്വേർഡ്, അതെന്താണ്? ഇനേഷ്യ ഓഫ് റെസ്റ്റ് ആണ്. ഡസ്റ്റ് റിമൂവ് ചെയ്യുന്ന കേസ് എന്താണ്? ഡസ്റ്റ് നമ്മൾ ഹാങ്ങിങ് കാർപ്പറ്റിൽ നിന്നും ഡസ്റ്റ് ഈസ് റിമൂവ്ഡ് ഫ്രം എ ഹാങ്ങിങ് കാർപ്പറ്റ് ബൈ ബീറ്റിംഗ് ഇറ്റ് വിത്ത് എ സ്റ്റിക്ക്. ഓർമ്മയില്ലേ? ഓക്കെ, അപ്പോൾ ഒന്ന് ഓർമ്മിക്കുക കേട്ടോ. കാർപ്പറ്റിൽ പൊടി കളയാൻ വേണ്ടിയിട്ട് വടി കൊണ്ട് അടിക്കുന്നത് ഇനേഷ്യയിൽ എന്ത് ഇനേഷ്യയാണ് വരിക? ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ദെൻ നമ്മൾ രണ്ടാമത്തെ 1 മാർക്ക് ക്വസ്റ്റ്യനിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അതെന്താണ്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഒപ്പോസസ് ഇംപെൻഡിങ് മോഷൻ, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. സ്റ്റാറ്റിക് ഫ്രിക്ഷനുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ മൂവ്മെൻറ്റിനെ മോഷനെ എതിർക്കുന്ന സംഭവമാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആയിക്കോട്ടെ. താഴെ 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ബോത്ത് കൈനറ്റിക് ഫ്രിക്ഷൻ ആൻഡ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ എന്താ പറയുന്നത്? കൈനറ്റിക് ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ ഏരിയ ഓഫ് കോണ്ടാക്ട് ബട്ട് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഡു നോട്ട് ആണോ? അല്ല. തൊട്ട് മുമ്പ് ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനിൽ പറയുന്നുണ്ട് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഏരിയ ഓഫ് കോണ്ടാക്റ്റിന് എന്താണ്? ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യും? ഓക്കെ ഇൻഡിപെൻഡൻ്റ്. ഓക്കെ, ശരിയാണല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് കൈനറ്റിക് ഫ്രിക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന പറഞ്ഞത്. ഇല്ല, കൈനറ്റിക് ഫ്രിക്ഷനും ഇൻഡിപെൻഡൻ്റ് ആണ്. രണ്ടാളും ഇൻഡിപെൻഡൻ്റ് ആണ്. പറഞ്ഞു വരുന്നത് ഫസ്റ്റ് തന്നെ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അറിയാത്തവരെ നോട്ട് ചെയ്ത് നോക്കണം കേട്ടോ. പ്രീവിയസ് ആണ്. സ്റ്റാറ്റിക് ഫ്രിക്ഷനും കൈനറ്റിക് ഫ്രിക്ഷനും രണ്ടാളും ഏരിയ ഓഫ് കോണ്ടാക്റ്റിന് ഇൻഡിപെൻഡൻ്റ് ആണ് കേട്ടോ മക്കളെ. അതുകൊണ്ട് ഇനി ബാക്കിയുള്ള നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരാൾ ഡിപ്പെൻഡ് ചെയ്യുന്നു, മറ്റാൾ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, തിരിച്ചൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊന്നും വരൂല. ഈ രണ്ടാളും സ്റ്റാറ്റിക് ഫ്രിക്ഷനും കൈനറ്റിക് ഫ്രിക്ഷനും ബോത്ത് ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്റ്റ് ആണ്. ക്ലിയർ ആണോ? അതാണ് നമ്മൾ രണ്ടാമത്തെ 1 മാർക്ക് ക്വസ്റ്റ്യൻ. പിന്നെ അടുത്ത് വരുന്ന ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഡിസ്ക്രൈബ്സ്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്തിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുക? എനർജിനാണോ, വർക്കിനെയാണോ, ഇനേഷ്യനാണോ, മൊമെൻറ്റത്തെയാണോ? എനർജിനാണോ? ഒരിക്കലും അല്ല. വർക്കിനെയാണോ? ഒരിക്കലും അല്ല. മൊമെൻറ്റത്തെയാണോ? അല്ല. എന്തിനെയാണ് പറയുന്നത്? ഇനേഷ്യ. നമ്മൾ പറയാറുണ്ട് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോൻ്റെ സിഗ്നിഫിക്കൻസ് ഓഫ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. ഇൻഡയറക്റ്റ് സിഗ്നിഫിക്കൻസ് ഓഫ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഈസ് ഇനേഷ്യ. അതുതന്നെയാണ് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഡിസ്ക്രൈബ് ചോദിച്ചാലും എഴുതേണ്ടത്. ദെൻ 1 മാർക്ക് ക്വസ്റ്റ്യൻ നമ്മൾ 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. എ ലൈറ്റ് ബുള്ളറ്റ് ഈസ് ഫയർഡ് ഫ്രം എ ഹെവി ഗൺ, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അത് വലിയൊരു ഗണ്ണിൽ നിന്ന് നമ്മൾ ബുള്ളറ്റ് കൊണ്ട് ലൈറ്റ് ആയിരിക്കുമല്ലോ, അത് നമ്മൾ ഫയർ ചെയ്യുകയാണ്. അങ്ങനെയാണ് താഴെ 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഇതിലേതാണ് ഇപ്പോൾ കറക്റ്റ്? സ്പീഡ് ഓഫ് ദ ഗൺ ആൻഡ് ദ ബുള്ളറ്റ് ആർ ഈക്വൽ ആണോ? എന്ത് കോമൺ സെൻസ്! അതിന് ഫിസിക്സിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു ഗണ്ണ് മൂവ് ചെയ്യുന്ന പോലെ ബുള്ളറ്റ് മൂവ് ചെയ്യുന്ന പോലെയാണോ ഗണ്ണ് പിറകോട്ട് മൂവ് ചെയ്യുക? അത്ര സ്പീഡിലാണോ ഗണ്ണ് പിറകോട്ട് മൂവ് ചെയ്യുക? ഒരിക്കലും അല്ല. രണ്ടാമത്തെ പറയുന്നത് മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ മൊമെൻറ്റം കേട്ടോ. മൊമെൻറ്റം, കാരണം മൊമെൻറ്റം എന്നൊക്കെ ചെയ്യുമ്പോൾ ഡൗട്ട് അടിക്കും കുറേ കുട്ടികൾ. മൊമെൻറ്റം എന്തേ തന്നേ? മൊമെൻറ്റം എന്നല്ലേ തരേണ്ടതൊക്കെ ചിന്തിക്കും. അപ്പോൾ രണ്ടും സെയിം ആണ്. മൊമെൻറ്റം ഓഫ് ദ ബുള്ളറ്റ് ആൻഡ് ഗൺ ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ്. സത്യമല്ലേ? ഇതെല്ലാം നമ്മൾ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റത്തിൻ്റെ ഒരു പ്രോബ്ലം ചെയ്ത് ഓർമ്മയുണ്ടോ? ഗണ്ണ് 0.016 മീറ്റർ പെർ സെക്കൻഡ്. ഒരു മൈനസ് കൂടി ഇട്ട സമയത്ത് ഓർമ്മയുണ്ടോ? അതാണ് പറഞ്ഞത്. മൊമെൻറ്റം മാഗ്നിറ്റ്യൂഡിന് ഈക്വൽ ആണ് ബട്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അത് തന്നെയല്ലേ കറക്റ്റ്? രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ കറക്റ്റാണ്. ഇനി ബാക്കിയുള്ളത് കൂടി നമുക്ക് നോക്കാം. രണ്ടാളുടെ അത്
ഗണ്ണിൻ്റെ മൊമെൻറ്റവും ബുള്ളറ്റിൻ്റെ മൊമെൻറ്റവും സെയിം ആണ്, മാഗ്നിറ്റ്യൂഡിലാണ് അവർ ഈക്വൽ ആകുന്നത്, ഡയറക്ഷനിൽ അവർ ഓപ്പോസിറ്റാണ്. അല്ലടാ, ബുള്ളറ്റ് മൂവ് ചെയ്യുന്ന ഡയറക്ഷനിലാണോ ഗണ്ണ് മൂവ് ചെയ്യുക? അല്ലല്ലോ, ബുള്ളറ്റ് ഫോർവേഡ് ഡയറക്ഷനിലാണ്, ഗണ്ണ് ബാക്ക്വേർഡ് ഡയറക്ഷനിലല്ലേ, ഒന്ന് തിങ്ക് ചെയ്യടോ. ഓക്കെ, മൂന്നാമത്തെ എന്താ പറയുന്നത്, മൊമെൻറ്റ് ഓഫ് ദ ഗൺ ആൻഡ് ബുള്ളറ്റ് ആർ ഈക്വൽ ഇൻ മാഗ്നി. അത് സത്യമാണ്, ബട്ട് ഈക്വൽ ഇൻ ദ സെയിം ഡയറക്ഷൻ അല്ല. അത് പറഞ്ഞതുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായി പോയി. പിന്നെ രണ്ടാളുടെ വെലോസിറ്റി ഓഫ് ഗൺ ആൻഡ് ബുള്ളറ്റ് ആർ ഈക്വൽ, ഒരിക്കലും അല്ല. അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഈക്വൽ അല്ല, പിന്നെ അല്ല ഡയറക്ഷൻ കൂടി പറയുന്നത്, രണ്ടും ഈക്വൽ അല്ല. അവിടെ മാഗ്നിറ്റ്യൂഡും വെലോസിറ്റി ഈക്വൽ അല്ല, ഡയറക്ഷൻ ഓഫ് വെലോസിറ്റിയും ഈക്വൽ അല്ല. അപ്പോൾ നമുക്കിവിടെ എന്താ പറയുക, മൊമെൻറ്റ് ഈക്വൽ ആണ്. ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ മക്കളെ, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ചെയ്യാണ്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അടുത്തടുത്ത വീഡിയോസ് ഇതുപോലെ ഈ എനർജിയിൽ വരുള്ളൂ. ഹോംവർക്ക് ക്വസ്റ്റ്യൻസ്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. അതൊക്കെ കോൺസെപ്റ്റിലൊക്കെ വരുന്ന രീതിയിലാണ് എഴുതിയത്. കറക്റ്റ് ഫോളോ അപ്പ് എന്ത് ലെവൽ വന്നാലും നിങ്ങൾക്ക് കിട്ടും. കാരണം നിങ്ങൾ എൻ്റെ കൂടെ വരണം, അതിന് വേണ്ടിയാണ്, നിങ്ങളെ സപ്പോർട്ട് എനിക്ക് അറിയണം, അതിന് വേണ്ടിയാണ് ഇങ്ങനെ ഹോംവർക്ക് ക്വസ്റ്റ്യൻ അവസാനം കൊടുക്കുന്നത്. ഓക്കെ, അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ, വാട്ട് ഈസ് ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബുക്ക് അറ്റ് റെസ്റ്റ് ഓൺ ദ ടേബിൾ? ഒന്നുമില്ലടാ, ഒരു ടേബിളിൻ്റെ മുകളിൽ ഒരു ബുക്ക് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ആ ബുക്കിനുണ്ടാകുന്ന നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? വളരെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്, ബട്ട് കുറേ ആളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു അറിവായിരിക്കും. ഓക്കെ, ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യാൻ അറിയാത്തവർക്ക് കിട്ടിക്കോട്ടെ. ഞാൻ എന്ത് ചെയ്യാം, അത് മാക്സിമം റിപ്ലൈ തരാൻ വേണ്ടി നോക്കൂട്ടോ. രണ്ടാമത്തെ, എ ഗൺ മൂവ്സ് ബാക്ക്വേർഡ് വെൻ എ ഷോട്ട് ഈസ് ഫയർഡ് ഫ്രം ഇറ്റ്. കണ്ട, ഷോട്ട് എന്ന് പറഞ്ഞാൽ ബുള്ളറ്റ് ആണ്, ഫയർഡ് ഫ്രം ഇറ്റ്. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. തൊട്ട് മുമ്പ് നമ്മൾ ഇതിൻ്റെ ഇതിൻ്റെ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് നോക്കി കേട്ടോ. മൊമെൻറ്റം ഓഫ് ദ ഗൺ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ ഷോട്ട് ആണോ? ഞാൻ പറയുന്നില്ല, തൊട്ട് മുമ്പ് കേട്ട ഒരാൾക്ക് അത് അറിയാം. ഓക്കെ, അപ്പോൾ ലൈവായിട്ട് നിങ്ങൾക്ക് ആൻസർ അവിടെ ചെയ്യാൻ പറ്റും. ദ മൊമെൻറ്റം അക്യൂർഡ് ബൈ ദ ഗൺ ആൻഡ് ഷോട്ട് ഹാവ് ദ സെയിം മാഗ്നിറ്റ്യൂഡ് ആണോ? ഗൺ ആൻഡ് ഷോട്ട് അക്യൂർ ദ സെയിം എമൗണ്ട് ഓഫ് കൈനറ്റിക് എനർജി ആണോ? ആ കൈനറ്റിക് എനർജി എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഒന്ന് ഡൗട്ട് അടിക്കും. ഒന്ന് ചിന്തിച്ച് നോക്ക്. അപ്പോൾ കമൻറ്റ് ചെയ്യുമ്പോൾ ആൻസറിൻ്റെ 1 ആൻസർ, HW ക്വസ്റ്റ്യൻസ് 1 ആൻസർ, 2 ആൻസർ. തൊട്ടുമുന്നെ അവർ ഓടിയായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, അതൊന്ന് പറയണം കേട്ടോ, അതും കൂടെ ഒന്ന് പറയണേ, ഡസ്റ്റിൻ്റെ കേസ്. ഓക്കെ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, 3 ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട് ലോസ് ഓഫ് മോഷനിൽ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ അറിയോ, അതിൽ 2 കാര്യമുണ്ട്, സ്റ്റേറ്റ് ട്രൂ ഓർ ഫാൾസ്. വേറൊരു മോഡലാണ് എടുത്തിരിക്കുന്നത്, സ്റ്റേറ്റ്മെൻറ്റ് ലൈക്ക് ക്വസ്റ്റ്യൻ ആണ്. 2 സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ വെച്ച് കഴിഞ്ഞാൽ 3 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, അതിനെ നോക്കിയത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ, എൻ അയൺ ബോൾ ആൻഡ് എ വുഡൻ ബോൾ. 2 ബോളുകളുണ്ട്, ഒന്ന് അയണിനെ കൊണ്ട് ഉണ്ടാക്കിയതാണ്, മറ്റു മരത്തിനെ കൊണ്ട് ഉണ്ടാക്കിയതാണ്. രണ്ടാൾക്കും സെയിം റേഡിയസ് ആണ്. are released from a height in vacuum. The iron ball will reach the ground first. അയൺ ബോളും വുഡൻ ബോളും ഒരേ ഹൈറ്റിൽ നിന്ന് വാക്യൂത്തിൽ റിലീസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അയൺ ബോൾ ആദ്യം എത്തുമെന്നാണ് പറയുന്നത്. ഒന്ന് ചിന്തിച്ചോ, ശരിക്കും ഗ്രാവിറ്റേഷനിലൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് അത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ഓർ ഫാൾസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ അതിൽ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും, ജസ്റ്റിഫൈയുടെ ട്രൂ ഓർ ഫാൾസ് എന്നേ ഉള്ളൂ. സ്റ്റേറ്റ് ട്രൂ ഓർ ഫാൾസ്, ജസ്റ്റിഫൈ ആൻസർ കൂടി ഞാൻ ആഡ് ചെയ്യാണ് കേട്ടോ. അതിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ, എ സ്പ്രിംഗ് ബാലൻസ് ഗിവ്സ് ദ മാസ് ഓഫ് ദ ബോഡി വൈൽ എ കോമൺ ബാലൻസ് ഗിവ് ഇറ്റ്സ് വെയിറ്റ്. പ്രീവിയസ് ആണ്, ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രീവിയസ് ആണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, അതായത് നമ്മൾ സ്പ്രിംഗ് ബാലൻസ് ഇല്ലേ, സ്പ്രിംഗ് ബാലൻസ് ഒരു ബോഡിയുടെ മാസിനാണ് അളന്ന് തരുന്നത് എങ്കിൽ കോമൺ ബാലൻസ് വെയിറ്റ് ആണ് അളന്ന് തരുന്നത് എന്നുള്ളതാണ് സ്റ്റേറ്റ്മെൻറ്റ്. കോമൺ ബാലൻസ് എന്താ, നമ്മുടെ ത്രാസ്, നമ്മൾ പണ്ടത്തെ ത്രാസിലടാ, അതാണ് കോമൺ ബാലൻസ്. എങ്ങനെ ഉണ്ടാവുക, ഇത് ഇവിടെ ഉണ്ടാവില്ലേ. ആ കോമൺ ബാലൻസ് വെയിറ്റ് അളന്ന് തരുമെന്നും സ്പ്രിംഗ് ബാലൻസ് മാസ് അളന്ന് തരുന്ന പറയുന്നത് കറക്റ്റാണോ? ഒന്ന് തിങ്ക് ചെയ്ത് നോക്ക്. സ്റ്റേറ്റ് ട്രൂ ഓർ ഫാൾസ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, ഇഫ് ദ സെയിം ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ 2 ബോഡീസ്. കോൺസെപ്ച്വലാണ്. 2 ബോഡീസിലേക്ക്, 2 ബോഡിയിലേക്ക് സെയിം ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഓഫ് ഡിഫറെൻറ്റ് മാസസ് ആണ് 2 ബോഡിക്കും ഫോർ ദ സെയിം ടൈം, ദെൻ ദ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഓഫ് 2 ബോഡീസ് ഈസ് ദ സെയിം എന്നാണ് പറയുന്നത്. 2 ബോഡീസ് ഉണ്ട്, രണ്ടാൾക്കും ഡിഫറെൻറ്റ് മാസ് ആണ്, സെയിം ടൈമിലേക്കാണ് രണ്ടാൾക്കും ഫോഴ്സ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഒരാൾക്ക് കൂടുതൽ സമയം അപ്ലൈ ചെയ്ത്, രണ്ടാൾക്ക് ഒരേ ടൈമേ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. സെയിം എമൗണ്ട് ഓഫ് ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നതെങ്കിൽ രണ്ടാൾക്കും മൊമെൻറ്റത്തിലുണ്ടായിരുന്ന ചേഞ്ച് സെയിം ആയിരിക്കും എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്നത്. സ്റ്റേറ്റ് ട്രൂ ഓർ ഫാൾസ്. ഈ 3 സ്റ്റേറ്റ്മെൻറ്റ് ആണ് നിങ്ങൾക്ക് ഒഫീഷ്യലി ഹോംവർക്ക് ഉള്ളത്. പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ അത് വേറെയും വരും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിനിറ്റ് 2 ക്വസ്റ്റ്യനും കൂടി ഉണ്ടാവും. 2 ക്വസ്റ്റ്യൻ കൂടി, സോറി. എന്താണ് കോൺസെപ്റ്റിലാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ, ഈവൺ ദോ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. അതായത് ആക്ഷനും റിയാക്ഷനും വളരെ സിമ്പിളാണ്. ആക്ഷനും റിയാക്ഷനും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണെന്ന് അറിയാൻ ന്യൂട്ടൻ്റെ തേർഡിലോ. പക്ഷെ അവർ പരസ്പരം ക്യാൻസൽ ചെയ്ത് പോകുന്നുണ്ടോ? ഇല്ലല്ലോ. എന്തുകൊണ്ടാണ്? അതായത് ആക്ഷനും റിയാക്ഷനും നമ്മൾ പറയാറുണ്ട് FAB ഇസ് ഈക്വൽ ടു ആരാണ്, മൈനസ് ഓഫ് FBA അല്ലേ. അതായത് ഇവർ പരസ്പരം ക്യാൻസൽ ചെയ്ത് പോകുന്നില്ലല്ലോ. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് ഇവർ ക്യാൻസൽ ചെയ്ത് പോകുന്നില്ലല്ലോ. എന്തിട്ടാണ് ക്യാൻസൽ ചെയ്ത് പോകാത്തത് എന്നുള്ള ജനറലി കോൺസെപ്ച്വൽ തിയറി
ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ പറയണേ. ദെൻ ഒരു പ്രോബ്ലം, ഇതാണ് ഞാൻ പറഞ്ഞ പ്രോബ്ലം, അതാണ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് പിന്നെ വിട്ടുപോയതാ. 5ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രോബ്ലം, ഒരു ഹോംവർക്കിൽ പ്രോബ്ലം കൂടി ചെയ്യാൻ തരുന്നുണ്ട്. ക്ലാസ് കഴിഞ്ഞിട്ട് മെല്ലെ ചെയ്ത് നോക്കിയിട്ട് മാത്രം ഇത് അറിയാം കേട്ടോ. 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുക. 2 ബില്യാർഡ് ബോൾസ് ഈച്ച് ഓഫ് മാസ് 0.05 കിലോ. 2 ബോളുകളുണ്ട്, രണ്ടാളുടെയും മാസ് സെയിം ആണ്, 0.05 കിലോഗ്രാം മാസാണ്. പക്ഷേ രണ്ടാളും മൂവ് ചെയ്യുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. വിത്ത് സ്പീഡ് 6 മീറ്റർ പെർ സെക്കൻഡിലാണ് രണ്ടാളും മൂവ് ചെയ്യുന്നത്. ആൻഡ് റീബൗണ്ട് വിത്ത് ദ സെയിം സ്പീഡ്, ഇടിച്ചിട്ട് തിരിച്ച് എന്ത് ചെയ്യാം, സെയിം സ്പീഡിൽ തന്നെ തിരിച്ചു വരികയാണെങ്കിൽ വാട്ട് ഈസ് ദ ഇമ്പൾസ് ഇമ്പാർട്ടഡ് ടു ഈച്ച് ബോൾ ഡ്യൂ ടു ദ അതർ. നല്ല ക്വാളിറ്റി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ചിന്തിക്കാൻ ക്ലൂ പറഞ്ഞുതരാം. 2 ബോളുകളുണ്ട്, രണ്ടാൾക്കും സെയിം മാസാണ്, ഇവർ ഇടിക്കുന്നു, എന്നിട്ട് റീബൗണ്ട് ചെയ്യാണ്, സെയിം സ്പീഡിലാണ് തിരിച്ചു പോകുന്നത്, 6 മീറ്റർ പെർ സെക്കൻഡിലാണ് ഇവർ റിട്ടേൺ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടാൾക്കുണ്ടാകുന്ന ഇമ്പൾസാണ് കണ്ടുപിടിക്കേണ്ടത്. ഇമ്പൾസിൻ്റെ ഇക്വേഷൻ നോർമലി നിങ്ങളോട് ഞാൻ പറയാറുണ്ട്, ഇമ്പൾസിൻ്റെ ഇക്വേഷൻ ഇവിടെ എങ്ങനെ ചെയ്യണം. നോർമൽ ഇക്വേഷൻ എന്താ, ഇമ്പൾസിൻ്റെ ജനറൽ ഇക്വേഷൻ എന്താ, അതാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഇമ്പൾസിൻ്റെ ജനറൽ ഇക്വേഷൻ എന്താ, I = F/dt, അതാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ടൈം തന്നിട്ടുണ്ടോ, ഫോഴ്സ് തന്നിട്ടുണ്ടോ, ഇല്ല. മാസ് തന്നിട്ടുണ്ട്, സ്പീഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ചിന്തിക്കുക, ഞാൻ ക്ലൂ പറഞ്ഞുതരാം. അതേതാ ടോപ്പിക്ക്, ഇമ്പൾസ് മൊമെൻറ്റം തിയറിയിൽ നിന്നാണ് പ്രീവിയസ് ഈ പ്രോബ്ലം വന്നത്. ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്ന കുട്ടിയാണെങ്കിൽ ഷുവർലി നിങ്ങൾ നോക്കണം. ഓക്കെ, ഷുവർലി നിങ്ങൾ ഈ പ്രോബ്ലം, അതുപോലെ ബാറ്റ്സ്മാൻ ഹിറ്റ്സ് ബാക്ക്, ഇതേ കേസ് തന്നെയാണ് അതും വരുന്നത്. അത് നോക്കിയിട്ടുണ്ടാണ് ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്ന കുട്ടി. ഇനി ഒന്നും പഠിക്കാത്തൊരു കുട്ടിയാണ് തൊട്ടുമുന്നെ പറഞ്ഞ പോലെ ബാങ്ക് റോഡ്, ലെവൽ റോഡ്, ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ, F = ma ഡെറിവേഷൻ, കൺസർവേഷൻ ഓഫ് മൊമെൻറ്റത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയിൽ നിന്നുള്ള പ്രൂഫ്, ഇത്രയും കാര്യങ്ങൾ അവർ നോക്കിയിട്ടുണ്ടാണ്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്ന കുട്ടികൾ ഷുവർലി പഠിക്കണം. എല്ലാവരും നല്ല മാർക്ക് പ്രതീക്ഷിക്കുന്ന ആൾക്കാരാവട്ടെ. ക്ലിയർ ആണോ മക്കളെ? അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാ ഭാഗവും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അവിടെ ലെവൽ റോഡിൻ്റെയും ബാങ്ക് റോഡിൻ്റെ ഡെറിവേഷൻ അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞൊരു കാര്യം, നിങ്ങൾ സ്റ്റെപ്സ് മുക്കിയിട്ടൊന്നും പഠിക്കണ്ടേ. ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്ന കുട്ടി, അതാണ് അടുത്തൊന്ന് പറയേണ്ടത്. എളുപ്പത്തിൽ 2 സ്റ്റെപ്പ് കൊണ്ട് നമുക്ക് ഡെറിവേഷൻ ചെയ്യാം, അതിനെന്താ. പക്ഷേ അത് ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്ന കുട്ടിയാണ് മക്കളെ, നിങ്ങളത് ചെയ്യല്ലേ. അപ്പോൾ കംപ്ലീറ്റ് ലെങ്തി ആയിട്ടുള്ള ആ ഒരു ഡെറിവേഷൻ, ഇൻസൈഡിൽ എന്താ ഡെറിവേഷൻ, അത് നിങ്ങൾ ചെയ്യാം. ആയിക്കോട്ടെ, ഇൻസൈഡിലെ ഡെറിവേഷൻ നിങ്ങൾ ചെയ്തു. അതിൽ കൂടുതലാക്കേണ്ട, കുറവാക്കേണ്ട, അത് ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പഠിക്കാൻ എങ്ങനെയാണോ പറ്റുന്നത്, കുറവാക്കാതിരിക്കാൻ നിങ്ങൾ നോക്കുക. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡെറിവേഷൻ എൻ്റെ കേസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് നോക്കാം. അതിൽ ഞാൻ ലെവൽ റോഡും ബാങ്ക് റോഡും കൊടുത്തിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വേറെയും ചെയ്തിട്ടുണ്ട്. ഫുൾ പഠിച്ച കുട്ടികൾക്ക് അതൊക്കെ നോക്കാം. ക്ലിയർ ആണോ മക്കളെ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലോസ് ഓഫ് മോഷനിലുള്ള. നിങ്ങളിത് പഠിച്ചിട്ടുണ്ടോ? പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടോ മക്കളെ? നിങ്ങൾക്ക് ഷുവർലി ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാം, ഒരു ഡൗട്ടും വേണ്ട. ഓക്കെ, നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഹോംവർക്ക് ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സും ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ കോൺസെപ്റ്റുവൽ കാര്യങ്ങളൊക്കെ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ മാക്സിമം സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കറക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, എന്നെ ഫോളോ അപ്പ് ചെയ്യും വരിക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സെഷനിൽ നമുക്ക് അടുത്ത ചാപ്റ്ററിൻ്റെ ഇതേപോലെ എല്ലാം അനലൈസ് ചെയ്ത് ഫുൾ അടിക്കുന്ന രീതിയിൽ എന്ത് ഇൻഡയറക്റ്റ് വന്നു കഴിഞ്ഞാലും നിങ്ങളെ ഫുൾ അടിപ്പിക്കാൻ രീതിയിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നെക്സ്റ്റ് സെഷനിൽ വീണ്ടും കാണാം മക്കളെ. ഓക്കെ, താങ്ക് യു.